ഹലോ, നമസ്കാരം. ചില കുട്ടികൾ TV കാണാൻ വളരെ അടുത്ത് പോയിരുന്നു നോക്കാറുണ്ട്. പുസ്തകങ്ങൾ മറ്റും വായിക്കുമ്പോൾ നമ്മുടെ മുഖത്തിന് അടുത്ത് പിടിച്ചവർ വായിക്കാനും ശ്രമിക്കാറുണ്ട്. ഇതെന്താണെന്ന് അവരുടെ പ്രശ്നം മനസ്സിലാക്കാതെ നമ്മൾ അവരെ വഴക്ക് പറയുകയും ഈ കുട്ടി ബുക്ക് അടുത്ത് പിടിച്ചാണ് വായിക്കുന്നത്, TV അടുത്ത് പോയിരുന്നാണ് കാണുന്നതെന്നൊക്കെ നമ്മൾ അവരെ കുറിച്ച് പരാതി ചെയ്യാറ്. എന്നാൽ അവരെ ഒരിക്കലെങ്കിലും കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യിക്കാൻ കൊണ്ടുവരാൻ തോന്നിയിട്ടുണ്ടോ? എന്നാൽ ചിലർക്കത് തോന്നിയിട്ടുണ്ട്, അവർ ചെയ്യാറുമുണ്ട്. അത് വളരെ നല്ലത്. ഇവർക്ക് അടുത്തിരുന്നാൽ മാത്രമേ അത് കാണുകയുള്ളൂ എന്നും ദൂരെ ഇരുന്നാൽ കാണുകയില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഈ അവസ്ഥയ്ക്കാണ് നമ്മൾ ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്. ഈ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. അടുത്തുള്ള വസ്തുക്കൾ കാണാൻ കഴിയുകയും എന്നാൽ ദൂരെയുള്ള വസ്തുക്കൾ കാണാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നതാണ് ഈ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്ന അവസ്ഥയുടെ പ്രത്യേകത. ഇത് മരുന്ന് കൊണ്ട് മാറുന്ന ഒരു അസുഖമല്ല, മറിച്ച് കണ്ണിന്റെ കാഴ്ചക്കുറവാണ്. ഫിസിക്സ് ആസ്പദമാക്കിയ ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. വസ്തുക്കളുടെ പ്രതിബിംബം കണ്ണിന്റെ റെറ്റിന അഥവാ നേത്രപടലത്തിൽ പതിക്കാതെ അതിന്റെ മുമ്പിൽ പതിക്കുക എന്നുള്ളതാണ് ഇതിൽ ഉണ്ടാവുന്ന അവസ്ഥ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വസ്തുക്കൾ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്നു. അടുത്തു പോയിരുന്നു നോക്കിയാൽ മാത്രമേ കാണുകയുള്ളൂ. അതാണ് ഈ ഹ്രസ്വദൃഷ്ടിയുടെ പ്രത്യേകത. കണ്ണിന്റെ നേത്രഗോളത്തിന്റെ നീളം കൂടുന്നത് കൊണ്ടും ലെൻസിന്റെ വക്രത കൂടുന്നത് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ് ഉള്ള ആളുകളിൽ ആക്സിയൽ ലെങ്ത് വളരെ കൂടുതലായി കാണപ്പെടാറുണ്ട്. നമ്മളുടെ ഈ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച ഫിസിക്സിലെ ഒപ്റ്റിക്സ് ആൻഡ് റിഫ്രാക്ഷൻ എന്ന ഭാഗം ഒന്നെടുത്ത് നോക്കിയാലും മതി. എന്തെല്ലാമാണ് ലക്ഷണങ്ങളെന്ന് നോക്കാം. ദൂരെ ഇരുന്ന് നോക്കിയാൽ മങ്ങിക്കാണുക, അടുത്തു പോയിരുന്നാൽ മാത്രമേ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥ. ചിലപ്പോൾ സ്കൂളിലൊക്കെ മുൻവശത്ത് ബെഞ്ചിൽ ഇരുന്നാൽ മാത്രമേ നന്നായി കാണുകയുള്ളൂ എന്ന് കുട്ടി പറയുന്നു. ബാക്ക് ബെഞ്ചിൽ ഇരുന്നാൽ കാണാൻ വൈകിയ എന്ന് പറയുന്നു. TV ഒക്കെ അടുത്ത് പോയിരുന്നു നോക്കിയാൽ മാത്രമേ വ്യക്തമായി കാണുകയുള്ളൂ. അവർ മുന്നോട്ട് പോയിരുന്നു നോക്കുന്നു. ബുക്കൊക്കെ അവർ മുഖത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് നോക്കാൻ ശ്രമിക്കുന്നു. ഇത് കൂടാതെ കണ്ണില് തുടരെ കണ്ണിക്കുരു വരിക, കണ്ണിന് ചൊറിച്ചിൽ കാരണം കണ്ണ് തിരുമ്മിക്കൊണ്ടിരിക്കുക, തുടരെ തലവേദന ഉണ്ടാകുക, കണ്ണ് ചുരുക്കി പിടിച്ച് നോക്കുക, കണ്ണിൽ നിന്ന് വെള്ളം വരിക, ഇതൊക്കെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളൊക്കെ അവർ കാണിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ കണ്ണിന്റെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി പരിശോധിക്കേണ്ടതാണ്. എന്തെല്ലാമാണ് പരിശോധനകൾ എന്ന് നോക്കാം. അവരുടെ കണ്ണിന്റെ പവർ നമ്മൾ ടെസ്റ്റ് ചെയ്യും. സ്നെല്ലൽസ് ചാർട്ട് ഉപയോഗിച്ച് അവരുടെ കാഴ്ച ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണിത്. ഫോറോപ്റ്റർ എന്ന മെഷീൻ ഉപയോഗിച്ചും നമുക്ക് കണ്ണിന്റെ പവർ കണ്ടെത്താൻ കഴിയും. കണ്ണിന്റെ പവർ എന്ന് പറഞ്ഞാൽ 1/4 ഫോക്കൽ ലെങ്ത് ആണ്. അതിനുശേഷം കണ്ണിന്റെ റെറ്റിന നമ്മൾ പരിശോധിക്കും. കണ്ണിന്റെ കൃഷ്ണമണി വികസിപ്പിച്ച് അകത്തോട്ട് ലൈറ്റ് അടിച്ചാണ് നമ്മൾ കണ്ണിന്റെ റെറ്റിന പരിശോധിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ കണ്ണിന്റെ പവർ കണ്ടെത്താനും കഴിയും. കണ്ണിന്റെ പ്രഷറും പരിശോധിക്കാറുണ്ട്. മയോപ്പിയ പല വിധത്തിലുണ്ട്. ഡെവലപ്മെന്റൽ മയോപ്പിയ, അതായത് കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ തന്നെ മയോപ്പിയ ആയിട്ട് ജനിക്കുന്നത്. സ്കൂൾ മയോപ്പിയ, കുറച്ച് കഴിയുമ്പോൾ മയോപ്പിയ വരുന്നത്. പത്തോളജിക്കൽ അല്ലെങ്കിൽ പ്രോഗ്രസീവ് മയോപ്പിയ കൂടിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ. അക്വേർഡ് മയോപ്പിയ, അതായത് തിമിരമൊക്കെ വരുമ്പോൾ വരുന്ന മയോപ്പിയ എന്നിങ്ങനെ പല വിധത്തിൽ തിരിച്ചിട്ടുണ്ട്. എന്തെല്ലാമാണ് കാരണങ്ങൾ എന്ന് നോക്കാം. ജനിതകവും പാരമ്പര്യവും കാരണമാകാറുണ്ട്. അടുത്തിരുന്ന് കുറേ നേരം കളിപ്പാട്ടം ഉപയോഗിച്ച് കളിക്കുക, ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കുക. ഇന്നത്തെ കാലത്താണെങ്കിൽ ഏറെ നേരം മൊബൈല് പിള്ളേർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാരണമാകാറുണ്ട്. പുറത്തിറങ്ങി കളിക്കാതെ അകത്ത് മാത്രം ഇരുന്ന് ഡിജിറ്റൽ ഡിവൈസസും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും പുസ്തകങ്ങൾ വായിച്ചും മാത്രം മുറിക്കകത്തിരുന്ന് കളിക്കുകയും കാരണമാകാറുണ്ട്. എന്തെല്ലാമാണ് ചികിത്സകൾ എന്ന് നമ്മൾക്ക് നോക്കാം. കണ്ണട വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചികിത്സ. കണ്ണട കുറിച്ചു തന്നാൽ അത് സ്ഥിരമായി തന്നെ ഉപയോഗിക്കുക. കണ്ണടയുടെ പവർ മൈനസിലായിരിക്കും. കോൺകേവ് ലെൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ണട കുട്ടി സ്ഥിരമായി തന്നെ ഉപയോഗിക്കുക വേണം. അതായത് കുട്ടി കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോൾ മാത്രമേ കണ്ണട മാറ്റാവുള്ളൂ. ചെറിയ കുട്ടികൾക്ക് കോണ്ടാക്ട് ലെൻസ് കൊടുത്താൽ അത് അവർക്ക് ഉപയോഗിക്കാൻ വളരെ പ്രയാസകരമായിരിക്കും. എന്നിരുന്നാലും 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇന്ന് കോണ്ടാക്ട് ലെൻസ് അവൈലബിൾ ആണ്. നമ്മൾ കണ്ണടയാണ് സ്ഥിരമായിട്ട് അവർക്ക് കുറിച്ചു കൊടുക്കുന്നത്. അത് അവർ സ്ഥിരം
സ്ഥിരമായി ഉപയോഗിക്കുക തന്നെ വേണം. ലാസിക് പോലുള്ള ചികിത്സകൾ കുട്ടികളിൽ അധികം ചെയ്യാറില്ല. ഇനി കണ്ണട നമ്മൾ കുറിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കണ്ണട ഇടയ്ക്കിടയ്ക്ക് ഒന്നെടുത്ത് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കണ്ണടയ്ക്ക് വളവുണ്ടോ എന്നും കണ്ണടയുടെ ആ കാലുകൾ ഒടിഞ്ഞു പോയിട്ടുണ്ടോ എന്നും കണ്ണടയുടെ ലെൻസിൽ പോറലുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് നമുക്ക് പരിശോധിക്കാം. അത് എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുക്കേണ്ടതാണ്. കണ്ണടയുടെ പവർ ഡോക്ടർ മാറ്റിക്കുറിച്ച് ചെയ്യുകയാണെങ്കിലും എത്രയും പെട്ടെന്ന് അവർക്ക് കണ്ണട മാറ്റിക്കൊടുക്കണം. ഇതിൽ നമ്മൾ ലാഭമൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. കൂടിയ പവറുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് നമ്മൾ ഒരു എക്സ്ട്രാ ഗ്ലാസ് കൂടി കരുതുന്നത് നല്ലതായിരിക്കും. കാരണം അത് പൊട്ടിപ്പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഓടിച്ചെന്നാൽ ചിലപ്പോൾ ഈ പവറുള്ള ലെൻസ് നമുക്ക് കിട്ടിയെന്നിരിക്കില്ല. മയോപ്പിയെ മന്ദഗതിയിലാക്കാൻ ഇന്ന് ചില തുള്ളിമരുന്നുകളും എന്തെല്ലാമാണ് പരിഹാര മാർഗമെന്ന് നമ്മൾക്ക് നോക്കാം. കുട്ടികൾ പുറത്തിറങ്ങി കളിക്കട്ടെ, അവർ സൂര്യപ്രകാശം ഏൽക്കട്ടെ. വീടിന്റെ ഉള്ളിൽ അവരെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും ഡിജിറ്റൽ ഡിവൈസും ഒക്കെ കൊടുത്ത് അടച്ചിടാതിരിക്കുക. കുട്ടികൾ ഇരുണ്ട വെളിച്ചത്തിൽ ഇരുന്ന് കളിക്കുകയും പഠിക്കുകയും ചെയ്യാതെ നല്ല വെളിച്ചം അവർക്ക് പഠിക്കാനും കളിക്കാനും നൽകുക. TV അവർ അടുത്തിരുന്ന് കാണാതെ അവരെ ദൂരെ ഇരുന്ന് കാണാൻ സഹായിക്കുക. അവർക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കുക. അതായത് മങ്ങിയതും ചെറിയ അക്ഷരങ്ങളുമുള്ള പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കാതിരിക്കുക. ഒരുപാട് നേരം അവർ മൊബൈൽ ഉപയോഗിക്കാതിരിക്കട്ടെ. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ മൊബൈൽ ഉപയോഗം തന്നെയാണ്. അവർ ഏറെ നേരം തല കുനിച്ചിരുന്ന് ഈ മൊബൈൽ നോക്കുന്നത് നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അതിന് പകരം ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ അവർക്ക് നൽകാം. എന്ത് ഡിജിറ്റൽ ഡിവൈസ് യൂസ് ചെയ്യുമ്പോഴും ആകട്ടെ 20-20-20 എന്നുള്ള ഒരു റൂൾ ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ 20 സെക്കൻഡ് കണ്ണിന് വിശ്രമം കൊടുക്കുകയും 20 അടി ദൂരേട്ട് നോക്കുകയും ചെയ്യുന്നതാണ് ഈ റൂളിന്റെ പ്രത്യേകത. സ്കൂളിൽ ടീച്ചർക്കും കുട്ടികളെ സഹായിക്കാൻ കഴിയും. അവർക്ക് ദൂരെ ഇരുന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് ടീച്ചർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ മാതാപിതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്യാം. ഇനി കുട്ടികൾ ഡിജിറ്റൽ ഡിവൈസസ് ഒക്കെ ഉപയോഗിക്കുന്നത് രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് അവരുടെ ഉറക്കത്തിനും നല്ലതാണ്. നല്ല ഉറക്കം ഒരു നല്ല നാളേക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരുടെ കണ്ണിന് നല്ല ആരോഗ്യം ഉണ്ടാവുകയും അവർക്ക് പിറ്റേ ദിവസം നല്ല പ്രസരിപ്പോടെ ക്ലാസ്സുകളിൽ പോകാനും സാധിക്കും. കിടന്നു വായിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലൊക്കെ ഇരുന്ന് മൊബൈൽ നോക്കാനും വായിക്കാനും ഒന്നും അവരെ പ്രോത്സാഹിപ്പിക്കരുത്. കണ്ണട കുറിച്ച് നൽകുകയാണെങ്കിൽ അത് സ്ഥിരമായി അവരെ പ്രോത്സാഹിപ്പിക്കുക ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണ കാര്യത്തിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക് നല്ല ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ നൽകുക. അവർക്ക് നമ്മൾ ജങ്ക് ഫുഡ് കൊടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും അന്നജവുമെല്ലാം അതിൻ്റെതായ അളവിൽ അവർക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ 3 നേരവും നൽകുക. എന്തെല്ലാമാണ് മയോപ്പിയയുടെ കോംപ്ലിക്കേഷൻസ് എന്ന് നമുക്ക് നോക്കാം. മയോപ്പിയ കുറെ കാലമായിട്ടുള്ള ആളുകളിൽ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്, തിമിരം, ഗ്ലോക്കോമ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി കണ്ണട കുറിച്ച് തന്നിട്ട് നമ്മൾ കണ്ണട സ്ഥിരമായി ഉപയോഗിക്കുക ഇല്ലെങ്കിൽ അവർക്ക് ആംബ്ലിയോപ്പിയ അല്ലെങ്കിൽ മടിയൻ കണ്ണ് എന്നുള്ള അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. കണ്ണട വെച്ചാലും മുഴുവനായിട്ടും കാഴ്ച കിട്ടാത്തതാണ് ഇതിന്റെ അവസ്ഥ. കണ്ണട ആദ്യമായി ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അവർക്ക് കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ മാനസികമായിട്ടും അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അവരെ ആശ്വസിപ്പിക്കുക. കളിയാക്കൽ അനുഭവപ്പെടുകയാണെങ്കിൽ അവരോട് സാരമില്ല എന്ന് പറയുക. ഇത് കണ്ണട അവരുടെ കണ്ണിന്റെ ആരോഗ്യത്തിനും അവരുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിനും വളരെ ആവശ്യമുള്ളതാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും മുമ്പിലൊക്കെ വെച്ച് അവരെ കണ്ണടയുടെ പേരിൽ കുറ്റപ്പെടുത്താതിരിക്കുക. നീ മൊബൈൽ കണ്ടിട്ട് വരുത്തി വെച്ചതാണ് കണ്ണട എന്നൊക്കെ അവരോട് പറയാതിരിക്കുക. അവരെ നമ്മൾ കണ്ണട കുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണട ഉപയോഗിക്കാൻ എപ്പോഴും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവർ കണ്ണടകൾ വെച്ച് അവർ കാഴ്ചകൾ കണ്ട് സന്തോഷിച്ച് കളിച്ച് നല്ലൊരു നാളേക്ക് വേണ്ടി അവർ നന്നായി ജീവിക്കട്ടെ. അങ്ങനെ നമ്മൾക്കും നല്ലൊരു തലമുറയെ സമൂഹത്തിന് വാർത്തെടുക്കാൻ കഴിയട്ടെ. നമ്മൾക്ക് എപ്പോഴും കുട്ടികളുടെ കൂടെ നിൽക്കാൻ സാധിക്കട്ടെ. താങ്ക് യു.